പണത്തിന് പിന്നാലെ പായുന്ന കലാകാരന്മാരെയാണ് നാം ഇന്ന് കാണുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ. പണ്ടത്തെ കലാകാരന്മാർ കലയെയായിരുന്നു സ്നേഹിച്ചത്, പണത്തെയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും പുസ്തകത്തിന്റെ പ്രകാശനം തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. മുൻകാലത്ത് കലാകാരന്മാർ കലയെയാണ് ഏറെ സ്നേഹിച്ചത്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. കലാകാരന്മാർ സ്റ്റേജിൽ കയറുന്നതിന് മുൻപേ പണത്തെക്കുറിച്ച് ചോദിക്കും. ആദ്യം പോലെ എത്ര പൈസ ഇരുന്നാണ് ഇത് എന്തെങ്കിലും പരിപാടി കേൾപ്പിക്കുന്ന ആളാണോ നമ്മളൊക്കെ. അതിൽ സ്പീക്കറോടും മയൊന്നുമില്ല. സ്പീക്കറോട് പറയാൻ മടിയുണ്ടെങ്കിൽ വേറെ ആളോട് കൊടുത്തിട്ട് പറയുന്നില്ല ഇത്ര വേണം കേട്ടോ. അതാണ് അന്നത്തെ കലാകാരന്മാരും ഇന്നത്തെ കലാകാരൻ നമ്മുടെ വ്യത്യാസം. ഡി ജനറേഷൻ ആളുകൾ പറയും പൊളിറ്റിക്സിനകത്ത് മാത്രമല്ല, ഡി ജനറേഷൻ എല്ലാ സെക്ടറിനകത്തും ഉണ്ട്. പക്ഷെ ഞങ്ങളെ മാത്രമേ ആൾ കടന്നാൽ കളിക്കൂ. ആദ്യം കഴുത്തുപാനീര് നമ്മളെ മേക്കിട്ടായിരിക്കും, പക്ഷെ ഡി ജനറേഷൻ എല്ലാ സെക്ടറിനകത്തും ഉണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കലാകാരനായിട്ടാണ് ഈ പറഞ്ഞ ശ്രീധരേട്ടൻ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്തായിരിക്കും? അദ്ദേഹം ഈ പറയുന്ന സർക്കസ് എന്ന കലയെ നെഞ്ചോട് ചേർത്ത മനുഷ്യനായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പണത്തിന്റെ പുറകേക്കുള്ള അദ്ദേഹം പോയത്, മറിച്ച് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ജനറേഷനിൽ നിന്നും പുതിയ ജനറേഷനിൽ കല മാറിയപ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ ശ്രീധരൻ ചമ്പാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ മൂസക്ക നിങ്ങൾക്കറിയാം, മാപ്പിള കലയുടെ പ്രധാനപ്പെട്ട ആളാണ്. ഇങ്ങനൊരു ജനറേഷനിൽപ്പെട്ട ആളുകൾ അവർ അക്ഷരാർത്ഥത്തിൽ കലയായിരുന്നു സ്നേഹിച്ചത്, സംഗീതത്തെയായിരുന്നു സ്നേഹിച്ചത്, അതിനപ്പുറത്ത് പണത്തെ സ്നേഹിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാർ വരുമ്പോൾ ഫസ്റ്റ് എത്ര പൈസ എന്ന് ചോദിക്കാൻ, 2 പാട്ട് പാടി 3ാമത്തെ പാട്ട് വരുമ്പോൾ ആള് മാറി. അങ്ങനെ ഒരു ടീമിനോട് ഞാൻ കുറച്ച് പ്രകോപിതമായി സംസാരിച്ചു, നീനോട് 2 പാട്ടിലേക്ക് പാടിയിട്ടുള്ളൂ, 3ാമത്തുള്ളവർക്ക് ആദ്യം ചർച്ച ഇത്ര. അത് മാത്രമല്ല, ഇപ്പൊ അത് പരിപാടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അക്കൗണ്ടിലേക്ക് അയക്കണം. അതാണ് വ്യത്യാസത. അക്കൗണ്ടിലേക്ക് പണമിട്ട് മൊബൈൽ ഫോണിലേക്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ കലാകാരന്മാർ സ്റ്റേജിൽ കയറൂ എന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും പുസ്തകത്തിന്റെ പ്രകാശനം തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജംബോ സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ പുസ്തകം ഏറ്റുവാങ്ങി. ചീഫ് എഡിറ്റർ രാജു കാട്ടുപനം പുസ്തക പരിചയം നടത്തി. ശ്രീധരൻ ചമ്പാടിന്റെ ജീവിത മാതൃകകൾ, സാഹിത്യകൃതികളുടെ പഠനങ്ങൾ, മുഖാമുഖം, അപൂർവ ചിത്രങ്ങൾ എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പുസ്തക പ്രസാധക സമിതി ചെയർമാൻ KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് 17ഓളം സർക്കസ് കലാകാരന്മാരെ ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട് ആദരിച്ചു. KK മാരാർ, അഡ്വക്കേറ്റ് KM പ്രദീപ് നാഥ്, പ്രേമാനന്ദ ചമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.